ഞാൻ രമ്യ. UPS കോഡൂർ വെസ്റ്റിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയുടെ വായനാക്കുറിപ്പാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാതമായ ആക്ഷേപഹാസ്യ കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. സാധാരണക്കാരനായ മൂക്കുത്തി മൂക്കൻ എന്ന പാവത്താൻ പെട്ടെന്ന് ലോകപ്രശസ്തനാകുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സാമൂഹിക രാഷ്ട്രീയ കോലാഹലങ്ങളുമാണ് ഈ കഥയുടെ ഇതിവൃത്തം. കഥാഹാസം പാചകക്കാരനായ മൂക്കന് തന്റെ 24ാമത്തെ വയസ്സിൽ മൂക്ക് വളരാൻ തുടങ്ങുന്നു. അത് വളർന്ന് അവന്റെ വായയും താടിയും കടന്ന് നാഭിയോളം എത്തി നിൽക്കുന്നു. ഈ അസാധാരണമായ മൂക്ക് കാരണം ജോലി നഷ്ടപ്പെട്ട മൂക്കനെ കാണാൻ ആളുകൾ തടിച്ചു കൂടുന്നു. താമസിയാതെ അവൻ ഒരു വിശ്വവിഖ്യാതനായി മാറുകയാണ്. അവന്റെ വലിയ മൂക്കിനെ കേന്ദ്രീകരിച്ച് നാട്ടിൽ വലിയ ചർച്ചകളും തർക്കങ്ങളും ഉണ്ടാകുന്നു. രാഷ്ട്രീയ പാർട്ടികൾ മൂക്കനെ തങ്ങളുടെ പക്ഷത്താക്കാൻ ശ്രമിക്കുന്നു. പത്രങ്ങൾ അവനെ കുറിച്ച് വലിയ വാർത്തകൾ നൽകുന്നു. ഒടുവിൽ അവനെ ഗവൺമെന്റ് വിശ്വവിഖ്യാത മൂക്കൻ രാജ പദവിയും സ്വർണ്ണ മെഡലും നൽകി ആദരിക്കുന്നു. മൂക്കിന്റെ പേരിൽ രാജ്യത്ത് വിപ്ലവങ്ങളും കലാപങ്ങളും വരെ ഉണ്ടാകുന്നു എന്നതാണ് കഥയുടെ ക്ലൈമാക്സ്. പ്രമേയവും ആസ്വാദനവും സമൂഹത്തിന്റെ പൊള്ളത്തരം. കേവലം ഒരു ശാരീരിക വൈകല്യത്തെ സമൂഹം ഒരു അത്ഭുതമാക്കുന്നതെന്നും അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ആളുകൾ എങ്ങനെ മത്സരിക്കുന്നുവെന്നും ബഷീർ പരിഹാസത്തോടെ വരച്ചു കാട്ടുന്നു. രാഷ്ട്രീയ ആക്ഷേപഹാസ്യം. വിഡ്ഢിത്തരങ്ങളെപ്പോലും സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്കായി രാഷ്ട്രീയവൽക്കരിക്കുന്ന നേതാക്കളെയും പാർട്ടികളെയും അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. മാധ്യമ വിമർശനം. നിസ്സാരമായ കാര്യങ്ങളെ വലിയ വാർത്തകളാക്കി മാറ്റുന്ന മാധ്യമങ്ങളുടെ രീതിയെയും കഥ പരിഹസിക്കുന്നു. ബഷീറിന്റെ തനതായ ഹാസ്യശൈലിയും ലളിതമായ ഭാഷയെയും ഈ കഥ എക്കാലത്തേക്കും മികച്ച വായനാ അനുഭവമാക്കി മാറ്റുന്നു. ബാഹ്യമായ കാര്യങ്ങൾക്കപ്പുറം ചിന്തിക്കാൻ മറന്നുപോകുന്ന മനുഷ്യന്റെ അന്ധതയെയും ആധുനിക സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങളെയും തുറന്നുകാട്ടുന്ന ഒരു മികച്ച ദാർശനിക കൃതി കൂടിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്.